നമ്മളിനി പോകുന്നത് ഇവിടെ നിന്ന് നേരെ സൗദി അറേബ്യയിലേക്കാണ്. ദമാമിലെ അൽഖോബാറിലെ ഹിദായ ജാലിയത്തിന്റെ കീഴിലൊരുക്കുന്ന നോമ്പുതുറയുടെ വിശേഷങ്ങൾ നോക്കാം. അൽഖോബാർ ഹിദായ ജാലിയത്തിന്റെ കീഴിലുള്ള നോമ്പുതുറക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ന് മിക്ക സംഘടനകൾ തോറും ഇഫ്താറുകൾ സംഘടിപ്പിക്കുമ്പോൾ അത്രയൊന്നും സംഘടനകളൊന്നും ആരംഭിച്ചിട്ടില്ലാത്ത കാലത്ത് തുടക്കമിട്ടതാണ് അൽഖോബാർ ഹിദായ ജാലിയത്തിന്റെ കീഴിലുള്ള സമൂഹ നോമ്പുതുറ. അന്ന് ദിനേന 5000-ഓളം പേരെ ടെന്റുകൾ ഒരുക്കി നോമ്പ് തുറപ്പിക്കാറുണ്ടായിരുന്നു. ഈ ടെന്റിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ടാകും. പിന്നീടാണ് മലയാളികൾക്ക് വേണ്ടി മാത്രമായി അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണത്തോടൊപ്പമുള്ള ഇഫ്താറും പഠന ക്ലാസും ജാലിയാത്ത് കോബാർ ഇസ്ലാഹി സെന്ററിന്റെ മേൽനോട്ടത്തിൽ നടത്തി വരുന്നത്. വർഷങ്ങളോളമായി കോബാർ ഹിദായ ജാലിയാത്തിൻ്റെ കീഴിൽ കോബാറിൽ ദിവസേന 5000-ഓളം ആളുകൾക്കുള്ള ഇഫ്താർ ടെൻറ്റുകൾ ഉണ്ടായിരുന്നു. കൊറോണയുടെ ശേഷം പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു സ്പെഷ്യൽ പ്ലേസിൽ തന്നെ നമുക്ക് വേണ്ടി ഹിദായ ജാലിയാത്ത് സൗകര്യമൊരുക്കിയത് കൊണ്ടാണ് ഈ ഇസ്ലാഹി സെൻറ്ററിൽ ഇന്ന് 220-ഓളം ആളുകൾ ദിനേന നോമ്പ് തുറക്കാറുണ്ട്. ഇപ്പോൾ ദിനേന 200-ന് മുകളിൽ ആളുകൾ സെന്ററിലെ നോമ്പുതുറയിൽ പങ്കെടുക്കാനെത്തുന്നുണ്ട്. വൈകിട്ട് 5 മണി മുതൽ വൈജ്ഞാനിക പ്രഭാഷണങ്ങൾ ആരംഭിക്കും. രാത്രിയിൽ ക്വിസ് പ്രോഗ്രാമുകൾ, നിശാപ്രഭാഷണങ്ങൾ ഉൾപ്പെടെ വൈജ്ഞാനിക പരിപാടികളാലും സമ്പന്നമാണ് ജാലിയാത്ത് കോബാർ ഇസ്ലാഹി സെന്റർ.